ഞാൻ സംസാരശേഷി ഇല്ലാത്ത ഒരാളാണ്. నాకు మాటలు రానటువంటి ఒక వ్యక్తిగా నేను కలిగి ఉన్నాను. എനിക്ക് സംസാരശേഷി കിട്ടത്തില്ല. చూడండి, నాకు మాటలు రావు అని చెప్పారు. സംശയം ഉണ്ടെങ്കിൽ നോക്കാം. ട്രക്ക് കട്ട് ചെയ്ത് കളഞ്ഞതാ. మీకు చూడండి, అనుమానం ఉంటే చూడగలుగుతాం. నాకు ఈ సైడ్ అంతా కట్టి చేశారు. ഡോക്ടർമാർ പറഞ്ഞു ഇനി ചികിത്സിച്ചാൽ നിനക്ക് സംസാരശേഷി കിട്ടത്തില്ലെന്ന്. డాక్టర్ వాళ్ళు మాతో ఏమన్నారంటే, నువ్వు ఎన్ని వైద్యం చేసినా నీకు మాటలు మాత్రం రావన్నారు. ഈ സ്റ്റൂൾ എന്തിനാ കൊണ്ടുവച്ചെന്നറിയോ? ఈ చూడండి, ఈ కుర్చీ ఇక్కడ పక్కన ఎందుకు పెట్టారో తెలుసా? എനിക്ക് ഇടത്തേ വർക്ക് ചെയ്യത്തില്ല. నాకు ఈ చూడండి, ఆ ఎడంచి పని చేయదు. എനിക്ക് బైబిൾ പിടിച്ചോണ്ട് മൈക്കും പിടിച്ചോണ്ട് പ്രസംഗിക്കാൻ വളരെ ബുദ്ധിമുട്ടാ. బైబిల్ చేతులు పట్టుకొని ప్రసంగం చేయాలంటే చాలా కష్టముతో ఉన్నాను. അതുകൊണ്ട് ഞാൻ സ്റ്റൂൾ ആവശ്യപ്പെട്ട് വെച്ചേക്കാം. కాబట్టి ఒక కుర్చీ కావాలని నేనే చెప్పి పక్కన పెట్టి ఉంచాను. കർത്താവായ യേശുക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്യുന്നു. మన ప్రభు అయినటువంటి దేవాది దేవుడు అద్భుత క్రియలు చేస్తాడు. എന്റെ യേശു అసాధ్యങ്ങളെ సాధ్యമാക്കുന്ന സർവശക്തൻ. నా యేసయ్య అసాధ్యమును సాధ్యపరిచిన సర్వశక్తివంతుడైనటువంటి దేవాది దేవుడు. ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ലല്ലോ. దేవునికి అసాధ్యమైనటువంటి ఏ కార్యం కూడా లేదు కదా. യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? యెహోవాకి అసాధ్యమైనటువంటి ఏ పని కూడా లేదు. തെളിവാണ് ഞാൻ. చూడండి, రుజువు అన్నమాట. నేను ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പരിശോധിക്കാം. మీకెవరికైనా అనుమానం కలిగినా నా దగ్గరకు వచ్చి నన్ను చూడొచ్చు. ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നു. దేవాది దేవుడు మన జీవితంలో అద్భుత క్రియలు చేస్తాడు. സ്തോത്രം. സർവശക്തനാകുന്ന ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലൂടെ എന്റെ സാക്ഷ്യം പ്രസ്താവിക്കാൻ അവസരം ഒരുക്കിയ സർവശക്തനായ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം. കർത്താവ് യേശു ക്രിസ്തു നിനക്ക് അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഒരു സാക്ഷ്യം മറ്റു സാക്ഷ്യം ഉളവാക്കുന്ന വചനം പറയുമ്പോൾ കേൾക്കുവാൻ കഥോർത്തിക്കുന്നവരുടെ മേലും ഇന്ന് അനുഗ്രഹത്തിന്റെ പെരുമഴ പൊഴിയാൻ പോകുക. അനുഗ്രഹത്തിന്റെ വർഷമായി മാറുകൊണ്ട് 2025 ഏവർക്കും സമാധാന വർഷം മാറാൻ പോകുക. എന്റെ പേര് സിജു തോമസ് എന്നാണ്. എന്റെ സ്വന്തം വീട് മാവേലിക്കരയാണ്. നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ കണ്ടിരുന്നു. വിളിച്ചു വരുത്തിച്ചൊരു വേലയെ ഏൽപ്പിച്ചൊരു വചന പ്രകാരമാണ് ഞാൻ ജനിക്കുന്നത്. കാരണം എന്റെ മാതാപിതാക്കൾ വിവാഹത്തിന് ശേഷം വർഷങ്ങൾ കാത്തിരുന്നു. പ്രാർത്ഥനയോടെ നേർച്ചയോടെ സമുദായ ക്രിസ്ത്യാനികളെ എന്റെ മാതാപിതാക്കൾ നേർച്ചയോടെ കാത്തിരിക്കുക ഒരു കുഞ്ഞിന് വേണ്ടി. അങ്ങനെ ഞാൻ ജനിക്കുകയുണ്ടായി. എന്റെ മമ്മി ലക്നൌവിൽ HL ഹോസ്പിറ്റലിൽ പഠിച്ച് ഒരു നേഴ്സായിട്ട് കേരളം ടെമ്പററി ആയിരുന്നു. പെർമനന്റ് ആവുന്ന സമയത്താണ് ഞാൻ ജനിക്കുന്നത്. അങ്ങനെ വന്നു 3 മാസം വന്നു. ജനിച്ചപ്പോൾ എനിക്കൊരു ചികിത്സ കണ്ടുപിടിക്കാനാവാത്തൊരു പനി എന്ന രോഗത്താൽ ഭാരപ്പെടുന്നു. എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. 3 മാസം ലീവുകൾ കഴിയുമ്പോൾ എന്നെയും കൊണ്ട് എന്റെ മാതാപിതാക്കൾ HL ഹോസ്പിറ്റലാണ് അവിടെ കടന്നുപോയി. അവിടെയും 3 മാസം ട്രീറ്റ് ചെയ്തിട്ടും ഈ രോഗം കണ്ടുപിടിക്കാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു, അന്നത്തെ കാലമല്ലേ, എത്രയും പെട്ടെന്ന് റിസർവേഷൻ ചെയ്ത് കൊണ്ടുപോകുക, മരിച്ചു കഴിഞ്ഞാൽ എക്സ്പെൻസീവ്, ഭയങ്കര ചെലവാണ് കൊണ്ടുപോകുവാൻ. അതുകൊണ്ട് എത്രയും എന്ത് ചെയ്യുക, കൊണ്ടുപോകുക എന്ന് പറഞ്ഞു. എന്റെ പിതാവ് ഒരു റിസർവേഷൻ ചെയ്ത് മടങ്ങി വരുമ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, എന്റെ വീട്ടിലൊക്കെ പാസ്റ്റർമാർ ഇഷ്ടമല്ലെങ്കിലും ഒരു പാസ്റ്റർ അവിടെ കടന്നു പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇവനെ ദൈവവേലയ്ക്ക് സമർപ്പിച്ചാൽ കർത്താവ് യേശു ക്രിസ്തു ഇവനെ കാത്തുകൊള്ളും, സൗഖ്യമാക്കും. കൊള്ളാം. എന്റെ വീട്ടുകാരല്ലേ, അവർ നേർച്ചയാക്കി നേർന്ന് എടുത്തു കൊടുത്തു എന്നാ പറയുന്നത്. പക്ഷെ അവർ നേർച്ചയും ആഗ്രഹവും എന്നെ അച്ചപ്പുറത്ത് വിടുക എന്നുള്ള, സമുദായ ക്രിസ്ത്യാനി എന്നെ പള്ളിയിൽ വികാരി അച്ഛനെ മാർത്തക്കണം അച്ചപ്പുറത്ത് വിടുക എന്നുള്ളതായിരുന്നു ആഗ്രഹം. പക്ഷെ ദേവദാസൻ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു. അവിടുത്തെ അത്ഭുതമാണ്. 2-3 ദിവസത്തിനുള്ളിൽ റിസർവേഷൻ ഡേറ്റ് ആയപ്പോഴേക്കും എനിക്ക് പൂർണ്ണമായി സൗഖ്യമായി. ഡോക്ടർമാർക്ക് പോലും അത്ഭുതം. അങ്ങനെ എന്റെ മാതാപിതാക്കളുടെ നിർബന്ധപ്രകാരം എന്നെ കൊണ്ട് മമ്മി ജോലിയെ കളഞ്ഞു. ഞാൻ കാരണം ഞങ്ങളുടെ ജോലിക്ക് എന്തൊക്കെ ജോലിയായിരുന്നു എല്ലാം കളഞ്ഞ് നാട്ടിലേക്ക് പോയിരുന്നു. എന്നെ നാട്ടിൽ ലാളിച്ചും ഓമനിച്ചും വളർത്താൻ തുടങ്ങി. കാരണം എന്റെ അപ്പന്റെ കുടുംബത്തിൽ ഏറ്റവും മൂത്തതാണ് എന്റെ അപ്പൻ, അമ്മയുടെ കുടുംബത്തിൽ ഏറ്റവും മൂത്താണ് എന്റെ അമ്മ. അപ്പൊ ആ കുടുംബത്തിൽ ആദ്യം കിട്ടിയ ചെറുമകനല്ലേ, എല്ലാവരും അവിടെ സ്നേഹത്തോടെ ഭരിച്ചു. പിശാച് അതിലൊന്നും സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങുണ്ടു എന്നത് ബൈബിളാണെന്നിരിക്കുകയാണ്. ഓർക്കണം, നമ്മെ വിഴുങ്ങുവാൻ ഒരു ശക്തിയുണ്ട്. അതിന് അകപ്പെട്ടു പോകാതിരിക്കാൻ പ്രാർത്ഥനയോടെയും ദൈവസ്ഥല ആശ്രയത്തോടെയും ആയിരിക്കണം. പക്ഷെ ഞാനത് അറിയാതെയാണ് ജീവിക്കുന്നത്. ഞാൻ വളർന്നു. എന്റെ അമ്മയ്ക്ക് സർക്കാർ നഴ്സായിട്ട് ജോലിയെ കിട്ടി. ഞാൻ തെറ്റായ ജീവിതങ്ങൾ ആരംഭിച്ചു. എനിക്ക് കൂട്ടുകെട്ട് ഇഷ്ടം പോലെ, പാർട്ടിയും കൂട്ടുകെട്ടുമായി എല്ലാവരും തെറ്റായ ദിവസത്തിലേക്ക് മാറി. ഡിഗ്രി കഴിഞ്ഞു. അന്നത്തേക്കും വളരെ ബുദ്ധിമുട്ട്. ഡിഗ്രി വിഷയം തോൽക്കുകയുണ്ടായി. എനിക്കതൊന്നും പഠിച്ച് ജയിക്കണമെന്ന് ആഗ്രഹമില്ല. എനിക്ക് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ITI പോകണമെന്നാണ് ആഗ്രഹം. ഞാൻ ഗവൺമെന്റ് അഡ്മിഷൻ കിട്ടി, അവിടെ പഠിച്ചു. അവിടെ വലിയ വിഷയങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അങ്ങനെ എന്നെ എന്റെ വീട്ടുകാർ കോട്ടയം പള്ളികളിലും അമ്പലങ്ങളിലും എല്ലാം കൊണ്ടുപോയി പ്രാർത്ഥിച്ചിട്ട് എന്നെ നല്ലതാക്കാൻ വേണ്ടി ഹോസ്റ്റലിലേക്ക് മരുന്ന് പഠനം ആരംഭിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ്, ഡിപ്ലോമ ഇൻ പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ടെക്നോളജി ഞാൻ പഠിച്ചു. തെറ്റായ സ്വഭാവങ്ങൾ വർദ്ധിച്ചു. അത്യാവശ്യം മദ്യപാനത്തിന് അഡിക്റ്റായി ലഹരികളിലേക്ക് മാറി തുടങ്ങി. അങ്ങനെ ആ കോഴ്സ് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഭയങ്കര വിഷയങ്ങൾ എന്നെ നാട്ടിലോട്ട് വീട് കയറ്റാൻ പറ്റുന്ന അവസ്ഥയിലൊക്കെ ആയി. കാരണം എല്ലാം പ്രശ്നങ്ങൾ, എവിടെ പോലും അടിപിടി കേസുകൾ, ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ വീണ്ടും എന്നെ എറണാകുളത്ത് തന്നെ ഹോട്ടൽ മാനേജ്മെന്റ് ചേർത്തു. 3 മാസമായപ്പോഴേക്കും ഒരു അടിപിടി കേസ് ഞാൻ പ്രതിയായി. എന്നെ കോളേജ് പുറത്താക്കി. ലോകവും നാടും വീടൊക്കെ പുറത്താക്കി. കാരണം
ഞാൻ അറിയാതെ അടിച്ചതെങ്കിൽ ഒരു വലിയ അറിയപ്പെടുന്ന വ്യക്തി ആയിരുന്നത് കൊണ്ട് എനിക്ക് പുറത്തിറങ്ങാനുള്ള അവസ്ഥയിലെത്തി. അവസാനം അവിടുത്തെ ഓഫീസർമാരെ ടീമിനകത്ത് ബന്ധിപ്പിച്ചുകൊണ്ട് എന്നെ രക്ഷിക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ ഒരു കൊട്ടേഷൻ ടീമിൽ ഉൾപ്പെട്ടുപോയി, അറിഞ്ഞും അറിയാതെയും എത്തും. 20ാമത്തെ വയസ്സിൽ ചെന്നോട്ടെ അന്നത്തെ ആരോഗ്യവും അത്യാവശ്യം ആയോധനകളെ പഠിച്ച വ്യക്തിയുമായിരുന്നു. എല്ലാത്തിനും ഞാൻ ജയിച്ചു മുന്നോട്ട് പോയി. അവർക്ക് എന്നെ വളരെ ഇഷ്ടപ്പെട്ടു. ശത്രുക്കളും മിത്രങ്ങളും പെരുകി വന്നുകൊണ്ടേയിരുന്നു. 25 വയസ്സായപ്പോൾ 2006 ജനുവരി 11 രാത്രി ഒരു സംഭവം ഉണ്ടായി. 12 5 വാർത്തയുണ്ട്. അജ്ഞാത ശവം എന്ന വണ്ണം എന്നെ വഴിയിൽ കിടന്ന് കെട്ടി. അവർ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് എത്തിച്ചു. അവർ അജ്ഞാത ശവം കണക്കെ തള്ളി. ഏകദേശം 24 മണിക്കൂർ കഴിഞ്ഞതേ അവള് പോസ്റ്റ്മോർട്ടം ചെയ്ത് മോർച്ചി കയറ്റാൻ പാടുള്ളൂ. അതുവരെ തിരിച്ചറിയാൻ സൂക്ഷിക്കണം. എന്റെ ബോഡി തിരിച്ചറിയാൻ സൂക്ഷിച്ചിരിക്കുകയാണ്. കാരണം തല രണ്ടായിട്ട് മുറിഞ്ഞു പോയേക്കുക. അടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. കൈയും കാലൊക്കെ മുറിഞ്ഞു നോക്കുക. ഇപ്പൊ ഈ കൈ കണ്ടില്ലേ, എന്റെ കൈ മുറിഞ്ഞു നോക്കുക. ഒരു ബന്ധമില്ല, മുറിഞ്ഞു പോയ കൈയാണ്. ദേഹത്തെ മുഴുവൻ വെയിൻസിൽ 107 മുറിവുകൾ. തലയിലാണ് 7 മുറിവുകൾ. എന്ത് ചെയ്യണം? അജ്ഞാതങ്ങൾ ഇട്ടത്. എന്റെ വീട്ടുകാർ വന്നു, സിം കാർഡ് കിട്ടി. വീട്ടുകാർ പോലീസ് അറിയിച്ചു, ഹോസ്പിറ്റൽ. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വീട്ടിലെത്തി. വീട്ടിൽ നിന്നും എന്റെ മാതാപിതാക്കളും സഹോദരിയും വന്നു. അവർ വന്നു 1.5 മണിക്കൂർ കരഞ്ഞ് കാൽ പിടിച്ചതാണ്. എന്റെ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യാതെ കിട്ടാൻ വേണ്ടി അവർക്ക് സംശയം. അങ്ങനെ അവർ വെന്റിലേറ്റർ കണക്ട് ചെയ്തു. തൃശ്ശൂരിൽ നിന്നും എറണാകുളം വഴി കോട്ടയം വരെ വലിയൊരു ഹോസ്പിറ്റലൊക്കെ എന്നെ കൊണ്ട് കയറി. എങ്ങനെ എടുത്തില്ല. പക്ഷെ കർത്താവിന്റെ മുൻ നിർണയപ്രകാരമായിരുന്നത് കൊണ്ടാവാം കോട്ടയത്ത് ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ലക്ഷ്മി ഹോസ്പിറ്റൽ അവിടെ തന്നെ എടുത്തു. അവിടെ കിടന്ന് വെന്റിലേറ്ററിലായിരുന്നു. വെന്റിലേറ്ററിലും എല്ലാം വിറ്റുപിറക്കി. എന്റെ അപ്പന്റെ വീതം വിറ്റു, വീട് വെച്ചുമൊക്കെ എല്ലാം വിറ്റു. ഇല്ലപ്പാതെ എനിക്ക് ബൈക്കും ജീപ്പോടും തൂക്കി വിറ്റു. എല്ലാം ഒന്നുമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ടു. എല്ലാം തീർന്നപ്പോൾ അവർ പറഞ്ഞ് ലക്ഷ്യം പോയിട്ട് 1 മാസത്തിൽ ലക്ഷ്യമുണ്ടായി. അങ്ങനെ കിടന്ന ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പം ബ്ലഡാണ്. നാളെ ചെയ്യുമ്പോൾ പ്രവർത്തിക്കുന്നില്ല. ആയതിനാൽ ഇന്ത്യൻ സാധിക്കും രക്ഷയുമില്ല. ആയതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചെന്റെ വീട്ടുകാർ വീട്ടിലെ കൊണ്ടുവന്നു. അവിടെയെങ്കിലും 4 മാസം ബോധമുണ്ട്. വലത്ത് കൈയിറങ്ങും, കണ്ണ് കാണും, ചെവി കേൾക്കും. ഈ സൈഡ് മുഴുവൻ പഴുപ്പൊഴുകുക, ഇടത്ത് സൈഡ് മുഴുവൻ പഴുപ്പൊഴുകുക. വലിയ മുറിവുകളാണ്. തലയിൽ 2ആയിട്ട് പൊളിഞ്ഞിരിക്കും. കണ്ണക്കിനൊക്കെ മുട്ടയുടെ മഞ്ഞക്കറ് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന കണ്ണ് തള്ളിയിരിക്കുകയാണ്. ദേഹം മുഴുവനും പഴുപ്പൊഴുകിക്കൊണ്ടേയിരിക്കും. ആൾക്കാർ ഇഷ്ടം പോലൊക്കെ കാണാൻ വരും. പ്രായമുള്ളവരൊക്കെയാണ്. അപ്പച്ചമാരമ്മച്ചരൊക്കെ ഒന്ന് കരയുന്ന കാണാൻ. എന്റെ കർത്താവേ, ഭഗവാനെ, യേശുവേ, എല്ലാ ജാതികളും മതങ്ങളൊന്നും വിളിക്കുക. ഈ കുഞ്ഞിനെ കഷ്ടപ്പെടുത്തരുതേ, നരകിപ്പിക്കരുതേ, വേദനിപ്പിക്കല്ലേ, ഇട്ടേക്കല്ലേ. എനിക്ക് കേൾക്കാം. എന്റെ സർട്ടിഫിക്കറ്റ് ലോക്കോ മോട്ടോർ ഡിസേബിൾഡ് ആണ്. പക്ഷെ പ്രവർത്തിക്കുന്നവരൊക്കെ ബോധമില്ലാത്ത വികലാംഗൻ, സാധാരണ വികലാംഗൻ തലക്ക് കർമ്മതല്ലേ. അതുകൊണ്ട് അവരെ കരഞ്ഞ് പ്രാർത്ഥിക്കുക ചാവാൻ. പക്ഷെ എനിക്കിത് കേൾക്കുന്നുണ്ട്. എന്റെ വിഷമം നോക്കുക. ഞാൻ ബോധമെന്നോ കേൾക്കുന്ന പ്രാർത്ഥന ലോകം മുഴുവൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ചാകുവാൻ വേണ്ടി. എന്റെ അവസ്ഥ നോക്കി യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നു. വീണ്ടും 2-3 മാസം കഴിയുമ്പോൾ ഞാൻ പിടിച്ച് നടക്കുവാനൊക്കെ തുടങ്ങി, ബാത്റൂമിലൊക്കെ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ പേരിൽ വാറണ്ട് വരുന്നത്. പഴയ കേസ് പ്രവാസം കേസ് വാറണ്ട് വന്നു. നാട്ടുകാരൊക്കെയും ശപിക്കാൻ തുടങ്ങി. ഞാൻ ഇവൻ ചത്താറിന് വീട്ടിൽ രക്ഷപ്പെട്ടെന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഞാൻ വീട്ടിനകത്ത് പിടിച്ചൊക്കെ നടക്കുകയാണ്. ഒരു ദിവസം ബാത്റൂമിൽ ചത്താൻ മതി, ചാവാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പുറത്തിറങ്ങി പോകാൻ വയ്യാമല്ലോ, ഇല്ലെങ്കിൽ ഞങ്ങളെ ആത്മഹത്യ ചെയ്യാൻ പറ്റും. ഒരു വഴിയും ഇല്ലാതിരിക്കുമ്പോഴാണ് ബാത്റൂമിൽ നിന്ന് ഒരു ബ്ലേഡ് കിട്ടി. ഞാൻ ഈ ബ്ലേഡ് എടുത്ത് എങ്ങനെ മരിക്കുവാനാ? പഴുപ്പൊഴുക ദേഹം മുഴുവനും. മുറിച്ചാൽ പഴുപ്പല്ലേ പോകത്തുള്ളൂ. അങ്ങനെ എന്റെ വിഷമം ചാവാൻ പറ്റുന്നില്ലെന്നുള്ളത്, എങ്ങനെ ചാവും എന്നുള്ളത്. എനിക്ക് ബോധം വന്ന് വൈകുന്നേരമായപ്പോൾ ഞാൻ ആ ബ്ലേഡ് കടിച്ചു പിടിച്ചു. എന്റെ വെയിൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഉണ്ടല്ലേ, വെയിൻ മുഴുവൻ 3-4 മുറിവുകളാണ്. അങ്ങനെ ഞാൻ 2ാമത് വീണ്ടും മരിച്ചു. ഒരനക്കവും തീവ്രം അറിയാതെ ഈ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ എന്റെ വീട്ടിൽ തന്നെ കട്ടിലെ കിടത്തേക്കാണ്. ഒരു തലവണയൊക്കെ എടുത്ത് വെച്ച് കൈ മാറ്റി വെച്ചേക്ക. മുറിഞ്ഞിരിക്കുന്ന മുറിവൊക്കെ കെട്ടി ഒരു തോർത്തിൽ ഉടക്കി വെച്ചേക്ക. ചത്തില്ല ഞാൻ. എന്റെ സകല പ്രതീക്ഷയും പോയി. ഞാൻ ചാവത്തില്ല. ചാവാൻ വേണ്ടി കൊതിച്ച് ഞാൻ ചാവാൻ നോക്കിയിട്ടും ചാവാത്ത അവസ്ഥ. എന്ത് ചെയ്യണം? എന്റെ എല്ലാ വിഷമവുമായി സഹിക്കാൻ പറ്റുന്നില്ല. വീട്ടുകാരൊക്കെ കരയുക. കാരണം ഞാൻ മരിച്ചാൽ അവർ ജയിലിൽ പോകും. കാരണം ബോധമില്ലാത്ത ഭ്രാന്തനായ വികലാംഗൻ ആത്മഹത്യ ചെയ്യുമോ? അവർ കരഞ്ഞ് കാൽ പിടിക്കുക. എന്താണ് നീ കാണിച്ചത്? എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം വിറ്റുമിറക്കി, വീടും വസ്തുവും എല്ലാം വിറ്റു, ഒന്നിനും വകയില്ലാത്ത അവസ്ഥയിലെത്തി ഞാൻ. കാരണം എല്ലാം നഷ്ടപ്പെട്ട വീട്ടിലൊക്കെ അറിയുന്നു. ഇനി വരുന്നത് വെച്ച് കാണാം ഞാൻ ചിന്തിച്ചു. അങ്ങനെ അത്യാവശ്യം ട്രിപ്പൊക്കെ ഇട്ട് അത്യാവശ്യം വൈറ്റമിൻസും പ്രോട്ടീൻസും ഒക്കെ തന്നുകൊണ്ട് ആരോഗ്യം കൂടിയതേ ഉള്ളൂ. ചാവാൻ നോക്കി ഞാൻ പിടിച്ച് നടക്കാനൊക്കെ തുടങ്ങി. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പാസ്റ്റർ, എനിക്ക് പെന്തക്കോസ്ത് ഇഷ്ടമാണ്. ഞാൻ ക്രിസ്ത്യാനിയാണ്. എല്ലാ പള്ളികളിലും പോയിട്ടുണ്ട്, അമ്പലങ്ങളിലും പോയിട്ടുണ്ട്, വ്യവസായം എല്ലാ അമ്പലങ്ങളിലും ഞാൻ പോയിട്ടുണ്ട് കൂട്ടുകാരുടെ. പക്ഷെ ഈ പെന്തക്കോസ്ത് കണ്ടെങ്കിൽ സത്യം വന്നാൽ എനിക്ക് ഇഷ്ടമല്ല. എന്താണെന്നറിയില്ല, പെന്തക്കോസ്തിന് ഇഷ്ടമല്ല, പാസ്റ്റർമാർക്കൊന്നും ഇഷ്ടമല്ല. എന്നാൽ ഒരു ദൈവദാസൻ
എന്റെ അമ്മയുടെ കൂട്ടുകാരി ഒരു പാസ്റ്റർ കൊണ്ട് വീട്ടിൽ വന്നു. പുള്ളി വന്നു, പ്രാർത്ഥിച്ചു. ഭയങ്കര ശബ്ദം, എനിക്കാണ് വൈബ്രേഷൻ ആയി, തലയൊക്കെ പൊട്ടിരിക്കല്ലേ, ശബ്ദം പിടിക്കുന്നില്ല. എന്നിട്ടും പുള്ളി ഒന്ന് പ്രാർത്ഥിച്ചു. എന്റെ തോളത്ത് കഴിച്ചു, മോനെ നീ ഭാഗ്യവാനാണ്. നോർത്ത് നോക്കി എന്റെ അവസ്ഥ, പഴുത്തലഞ്ഞ് കിടക്കുന്ന ഞാൻ, ചാവാൻ നോക്കിയിട്ട് ചാവാത്ത ഞാൻ, സംസാരം പോയിട്ട് ശബ്ദമേ വരത്തില്ല പുറത്തേക്ക്, കണ്ണ് മറ്റുള്ള മഞ്ഞക്കര പിള്ളേർ തെള്ളിയിരിക്കുക, പഴുപ്പ് ദേഹം വഴി കൈ പുറത്തേക്ക് ഇട്ടേക്ക്, അനങ്ങത്തില്ല, മരിക്കുന്ന വരെ ഞാൻ കിടക്കുമെന്നാണ് സർട്ടിഫിക്കറ്റ്. പറയാ ഭാഗ്യവാൻ, നീ ഭാഗ്യവാനാ സിജു. ദൈവം നിന്നെ അങ്ങ് അനുഗ്രഹിച്ചിരിക്കുക. എന്റെ അമ്മ, എന്റെ ചങ്ക് തകർന്നു പോയി. ദൈവം എന്നെ അങ്ങ് അനുഗ്രഹിച്ചിരിക്കാൻ. ഇത്രയും വലിയ അപകടം ഉണ്ടായി എനിക്ക് ഓർമ്മയില്ല, എന്താ സംഭവിച്ചെന്ന് ഓർമ്മയില്ല. 10 വയസ്സാണ് കിടക്കുക, ചാവാൻ വേണ്ടി ലോകം വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ പള്ളിയിലെ വികാരിച്ച് അന്ത്യകുർബാന നിർത്തേക്കുക. ഞാൻ ഭാഗ്യവാനാ, ദൈവൻ അനുഗ്രഹിച്ചിരിക്കുക. മോനെ സിജു, നീ ഒരു കാര്യം ചെയ്യ്, നീ പൂർണ്ണമായ കർത്തവ്യം വിശ്വസിക്ക്, വേദവസ്തം വായിക്ക്, നിന്റെ ദൈവത്തെ ഹൃദയം സ്വീകരിക്ക്, നിന്നെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കാൻ പോവുക. ഈ മരുന്നിന്റെ ഒന്നും ആവശ്യമില്ല, ഈ വേദപുസ്തകം മാത്രം മതിയെന്ന്. നേരത്തെ സൈഡ് എല്ലാവരും പറഞ്ഞിട്ട് അപ്പൊ പിന്നെ വിളിക്കാം പറഞ്ഞു വിട്ടു. പക്ഷെ ഞാൻ വിചാരിച്ചു ഇങ്ങനെയാണ് ബന്ധുക്കോസുകാർ മരിക്കാൻ കിടക്കുക, നോക്കി കിടക്കുക, ചത്താണ് ഞാൻ ഭാഗ്യവാനാണ്. 2-3 ദിവസം ചിന്ത വന്നു. കാരണം എല്ലാ പള്ളികളിൽ നേർച്ച കൊണ്ടുവന്നിട്ടുണ്ട്. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന പള്ളിക്കൂടെ കൊണ്ടുവരത്തുള്ളൂ. അമ്പലങ്ങളിൽ നാട്ടിൽ നേർച്ച കൊണ്ടുവന്നിട്ടുണ്ട്. ബന്ധുക്കോസിനകത്തെ കാണാൻ എന്തിനും വീട്ടിൽ കരുതുമില്ല. ഇനി ആ പുള്ളിക്കാരൻ കൊണ്ട് വേദപുസ്തകം വായിച്ചാലും എനിക്ക് ബന്ധുക്കോസിലേക്ക് വേദപുസ്തകം കാണാം, എന്തിനും വലിയ പ്രത്യേകത കാണും. ഞാൻ എഴുതി കൊടുത്തു, എനിക്ക് സംസാരിച്ചില്ല, എനിക്കൊരു പെൻസിലും പേനയൊക്കെ വെച്ചിട്ടുണ്ട്, ഏത് ആവശ്യം എഴുതാൻ വേണ്ടി എഴുതി കൊടുത്തു. അമ്മി എനിക്ക് വേദപുസ്തകം വായിച്ചാൽ കൊള്ളായിരുന്നു. അമ്മയൊക്കെ കരഞ്ഞു പോയി. ഞാൻ ചാവാൻ അധ്യാപനം അടിക്കുന്നു, കാരണം പണ്ടേ വേദപുസ്തകം വായിക്കത്തണം. വീട്ടിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് പോലും അവിടെ കൂടി ഇരിക്കുകയും വേദപുസ്തകം വായിക്കുന്നത് ചെയ്യാത്ത ഞാൻ ബോധമില്ലാതെ കിടക്കുന്ന ഞാൻ വേദപുസ്തകം എഴുതി കൊടുക്കുന്നു. അപ്പൊ എന്താണ്, അന്ത്യാഭിലാഷമായിരിക്കും. എനിക്ക് വേദപുസ്തകം എടുത്ത് ടീപ്പോ വലിച്ചിട്ടു, അതിനൊരു എമർജൻസി ലാമ്പൊക്കെ വെച്ചു, ലൈറ്റൊക്കെ ഇട്ട് വായിച്ചു. ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ വേദപുസ്തകം എടുക്കും. നമുക്ക് സംഗീതത്തിന് മാത്രമേ ബാക്കി എന്തോ അറിയത്തില്ല, ബാക്കി ആർക്കൊള്ളാന്ന് എനിക്കറിയത്തില്ല. നടുക്ക് തുറക്കും, കിട്ടും, വായിക്കാൻ ശ്രമിക്കും. ഭയങ്കര തലവേദനയാണ്, പൊട്ടിപ്പിളക്കുന്ന വേദനയാണ്. അടച്ചു വെക്കും, കിടക്കും. അങ്ങനെ വൈകുന്നേരം എടുത്തു എനിക്ക് ചത്താ മതി, എന്റെ ആഗ്രഹം ചാവണം, എനിക്ക് ചത്താ മതി, എനിക്ക് സുഖമായിട്ട് ചാവാൻ വേണ്ടി എന്നെ പ്രാർത്ഥിക്കാൻ ശ്രമിക്കും. വേദപുസ്തകം എടുത്തു, തുറന്നു, വായിച്ചു, കഷ്ടപ്പെട്ട് വായിക്കുക. ഞെട്ടി വിറച്ചുപോയി, ഞാൻ ഭയന്നുപോയി. ഞാൻ ഒരു അബോധാവസ്ഥ എന്നവണ്ണം കട്ടിലേക്ക് വീഴുകയും ചെയ്തു. വീട്ടിലെ കൂടി വന്ന സമയത്ത്, കാരണം സംസാരശേഷി ഇല്ലാത്ത ഞാൻ, ഒരു ശബ്ദവും കേൾപ്പിക്കാത്ത ഞാൻ കണ്ണുകൊണ്ട് പോയി സദൃശവാക്യങ്ങളായിരുന്നു കിട്ടിയത്. സംഗീതത്തിൽ നിന്നൊക്കെ പറയാൻ കിട്ടിപ്പോയതാ. എന്റെ ചെവി കൊണ്ട് ഉറക്ക ഭയങ്കര ബാസന കേൾക്കുക. അപ്പൻ ഇഷ്ടപുത്രൻ എന്നവണ്ണം യഹോവയെ പിതാവ് താൻ സ്നേഹിക്കുന്നതിനെ ശിക്ഷിക്കുന്നു. ദൈവത്തിന്റെ ശാസ്ത്രങ്ങൾ നിരസിക്കാതെ അവന്റെ ശിക്ഷകൾ സ്വീകരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പേടിച്ചുപോയി. എനിക്ക് ശിക്ഷിക്കുന്ന അത് ഓർമ്മ, ദൈവം ശിക്ഷിച്ചതാ, ഞാൻ ശരിയാവത്തില്ല, നാട്ടൊക്കെ ശ്രമിച്ചതല്ലേ, അവൻ ചാവ് വരും, ഇപ്പൊ ചാവുന്ന. പക്ഷെ വീട്ടിൽ വന്നു പിടിച്ചു കിടത്തി, സന്ധ്യകാലം പിടിച്ചു കിടത്തി ഉറക്കി. രാവിലെ എഴുന്നേറ്റപ്പോ അമ്മ വീണ്ടും പൊട്ടിക്കരവേണ്ട, നീ എന്താ ചെയ്യുന്നു? ഇന്നലെ നീ ബ്ലേഡ് കണ്ടു, വെയിൻ കട്ട് ചെയ്തു, ചാവാൻ ശ്രമിച്ചു. അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തു. കണ്ണ് മുട്ടയുടെ മഞ്ഞക്കറി വീഴുന്ന കണ്ണ് വലിച്ചു കിരി വെച്ചേക്കുന്നു. 2 പാട് ചുവന്ന വെള്ളം ഒഴുകുന്നു. അയ്യോ, എനിക്ക് പേടിയായി. വേദപുസ്തകം വായിച്ചോണ്ട് പ്രശ്നമാണ്. വേദപുസ്തകം വന്ന് ശിക്ഷിക്കുമെന്ന്. ശിക്ഷയുടെ ആരംഭമായിരിക്കും, തെളിവായിരിക്കും. പക്ഷേ ദൈവമേ, കഷ്ടകാലത്തിന് വേദപുസ്തകം വായിച്ചതായി. വീട്ടിൽ വിളിച്ചു. അതിന് വേണ്ടി എടുത്താണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ, 3 കിലോമീറ്റർ ഉള്ളൂ. അവിടെ കൊണ്ടുപോയി അവിടെ സ്പെഷ്യലിനെ കാണിച്ചു. അവരും ആ സമുദായക്കാരെല്ലാം ഒരു പള്ളിക്കാരാണ്. ഒരു നേരം എഴുതി വന്നിട്ട് സ്കാൻ ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുവന്നാൽ മതി. സ്കാൻ ചെയ്ത് എക്സ്റേ എടുത്ത് വീട്ടിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അടുത്തൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്ത് എക്സ്റേ എടുത്ത് വീട്ടിൽ കൊണ്ടുപോകും. ഡോക്ടറെ വീട്ടിൽ ചെയ്ത ഡോക്ടർ വായിച്ചുകൊണ്ട് പറയാം, ഓ സിജു, ലക്കി മാൻ. ഞാൻ വിചാരിച്ചു ഇവർക്കെല്ലാം പൊട്ടാം. നീ അന്ന് പാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഭാഗ്യവാനാണ്, നന്നായിരുന്ന കഷ്ടകാലമാണ് എന്ന് പറഞ്ഞു. ഇപ്പൊ ഡോക്ടർ പറയുക, പാസ്റ്റർ മലയാളത്തിൽ പറഞ്ഞു, ഡോക്ടർ ഇംഗ്ലീഷ് പറഞ്ഞു, ലക്കി മാൻ. എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മളോട് സിസ്റ്ററെ, എന്റെ കണ്ട പുറത്തെ ഞരമ്പ് അത് കട്ടായി പോയതാ, ഒരിക്കലും ജോയിന്റ് ആവില്ലായിരുന്നു. പക്ഷെ അത്ഭുതം കേട്ടോ, നിങ്ങൾ ഭാഗ്യമുണ്ട്, അവന്റെ ഞരമ്പ് ജോയിന്റ് ആയി, ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായി, മുറിവ് പറ്റ പിടിച്ചിരിക്കുക. ഒത്തിരി ദിവസമായി കാണുമല്ലോ. അന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രിയിലും പഴുപ്പ് കുറച്ച, ഞാൻ എഴുതി കൊടുക്കുന്ന രാത്രിയിലും പഴുപ്പ് കുറച്ച. ഡോക്ടർക്ക് വിശ്വാസമില്ല. ഡോക്ടർ 1 മാസമെങ്കിലും പഴുപ്പ് നിന്നിട്ട് 1 മാസങ്ങളായി കാണുന്നു. പിറ്റി വന്നു. ഡോക്ടർ കുറച്ച് മരുന്നൊക്കെ വന്നു. പിറ്റി വന്നു. വൈകുന്നേരം വീട്ടുകാർ പ്രാർത്ഥനയ്ക്ക് വേദപുസ്തകത്തിൽ ചങ്കിൽ ഒരു കൊല്ലിയാൻ മിന്നുന്ന പോലെ ഈ വേദപുസ്തകത്തിലേക്ക് കയറി പോകുന്ന തോന്നൽ. എനിക്കറിയില്ല ഞാൻ എന്ത് സംഭവം. ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. തലേദിവസം വേദപുസ്തകം വായിച്ചു, ഇറങ്ങിയ പോലെ വീണു. ആ ഒറ്റ വീഴ്ച കൊണ്ട് ഒരിക്കലും കിളിച്ച് ജോയിന്റ് ആവാത്ത ഞരമ്പ്, വെയിൻ കണക്ട് ആവില്ല, ഞരമ്പ് ജോയിന്റ് കണ്ട പുറത്തെ പാള് 2ആയിട്ട് പോയേക്കുക. അതൊക്കെ കൃഷ്ണന് കുഴപ്പമില്ല, അത് ഇങ്ങനെ പഴുത്തറിഞ്ഞ് കുന്തിയിരിക്കുക. അത് മുറിവ് പൊറ്റ പിടിക്കാൻ തുടങ്ങി. ഇനി കുഴപ്പമില്ല, പെട്ടെന്ന് കരഞ്ഞു, പെട്ടെന്ന് കണ്ണൊക്കെ തുറക്കും.
ഞാൻ ചിന്തിച്ചു, എന്നാ പിന്നെ ഡെയിലി അന്ന് പാസ്റ്റർ പറഞ്ഞ വേദോത്സവം വായിച്ചു. പാസ്റ്റർ അന്ന് എനിക്ക് ദേഷ്യം വന്നെങ്കിലും ഞാൻ ചിന്തിച്ച പാസ്റ്റർ പറഞ്ഞ വേദോത്സവം വായിച്ചത്. ഞാൻ വേദോത്സവം ഭയത്തോടെ എടുക്കാൻ തുടങ്ങി. എന്നിട്ട് എനിക്ക് ആർത്തിയോടെ എനിക്ക് വായിക്കാൻ ശ്രമിക്കുക, വായിക്കാൻ പറ്റത്തില്ല. പിന്നെ സംഗീതം ഒരു വാക്യം വായിക്കും, എന്റെ ഒരു പാട്ട് ഓർമ്മ വന്നു, ദിനമേഴ് വട്ടം പ്രാർത്ഥിക്കുക നമ്മുടെ കർത്താവ് നോറ്റു ആകൽ കർസായിച്ചു. ദിനമേഴ് വട്ടം പ്രാർത്ഥിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഓർമ്മശക്തിയിൽ നമ്മൾ 1, 2, 3 എഴുതിയിടും. എഴുതിയിട്ട് 7 വട്ടം പ്രാർത്ഥിക്കുന്ന ഒരു വചനമായി കർത്താവെ, ദൈവമേ, ഭഗവാനെ, യേശുവേ, ബൈബിളെ ദിവസം ദൈവമായിട്ട് കാണാൻ തുടങ്ങി. എന്റെ രോഗം മാറണം, ക്ഷീണം മാറണം, കണ്ണ് കാഴ്ച വേണം, സംസാരശേഷി വേണം. 2-3 മാസങ്ങൾ കൊണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. എന്റെ കണ്ണ് പൂർണ്ണമായിട്ടും തുറക്കാൻ തുടങ്ങി. മുഴുവൻ പൊറ്റ പിടിച്ചു. കണ്ണിന് ചെറിയതായ ഇരുട്ട് പോലെ കാഴ്ച ഉണ്ടായി തുടങ്ങി. ഞാൻ സംസാരിക്കുന്ന ഒരു അവസ്ഥയിൽ നേരത്തെ പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ പറ്റുകയില്ല, ഇതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതാണെന്ന് പറഞ്ഞതാണ്. ഞാൻ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ തുടങ്ങി. എന്റെ കൈ, കവറച്ചുക്കുന്ന കൈ പഴുപ്പുകളൊക്കെ മാറി, മുറിവുകൾ പൊറ്റ പിടിക്കാൻ തുടങ്ങി. ദേഹം മുഴുവൻ പൊറ്റ പിടിക്കുന്ന പഴുപ്പ് നിന്നു. ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം മൂലം സകലതും ഉളവായി, വചനമില്ലാതെ വചനം മുഖാന്തരം ഉളവായത് സകലം. വചനം അത്ഭുതങ്ങളാണ്. ഞാൻ മാറ്റി പറഞ്ഞു, ആദിയിൽ യേശു ഉണ്ടായിരുന്നു, യേശു ദൈവമായിരുന്നു, യേശു ദൈവത്തോട് കൂടെയായിരുന്നു. ഇങ്ങനെ ചിന്ത വന്നു. ഞാൻ വേദപുസ്തകത്തെ യേശുവെ എന്ന് വിളിച്ച് നെഞ്ചോടേർക്കാൻ തുടങ്ങി. വേദപുസ്തകത്തെ ബഹുമാനിക്കാൻ തുടങ്ങി, ഭയക്കുവാൻ തുടങ്ങി. വേദപുസ്തകം ആർത്തിയോടെ വായിക്കാൻ ആഗ്രഹിച്ചു തുടങ്ങി. അത്യാവശ്യം അത്ഭുതങ്ങളാണ് സംഭവിച്ചത്. കാരണം കണ്ണ് വലിയ ചെറിയ ഡബിൾ വിഷൻ കാഴ്ചകൾ വന്നു തുടങ്ങി. ഞാൻ എഴുന്നേറ്റ് പിടിച്ച് നടക്കാൻ തുടങ്ങി. വീണ്ടും പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. മുറിവുകളൊക്കെ പറ്റുപിടിച്ച് കരിഞ്ഞു. എല്ലാ പാടുകൾ ഇറങ്ങി. ഞാൻ വൃത്തികെട്ട രൂപമായ എന്റെ ഭാഗം മുഴുവൻ ഇതൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞ മുറിവ് ഒറ്റ മുറിവാണ്. ഞാൻ പല്ലൊക്കെ തൂങ്ങി കിടക്കുക, അകത്ത് പല്ലുകളൊന്നും ഇപ്പോഴും ഇല്ല. എല്ലാം നഷ്ടപ്പെട്ട ഞാൻ ആരോഗ്യത്തിൽ എഴുന്നേക്കാൻ തുടങ്ങി. ഭക്ഷണം വാരി കഴിക്കുവാൻ തുടങ്ങി. ഇവിടെ കരിഞ്ഞു തുടങ്ങി. ട്രക്ക് പഴുപ്പൊഴുകൊണ്ടത് പഴുപ്പൊന്നും ഒറ്റ പിടിച്ചു തുടങ്ങി. ഒരു കാര്യം മനസ്സിലായി. ഞാൻ അന്ന് മനസ്സിലാക്കി, ഈ ലോകത്തിൽ കാണുന്ന ഒന്നുമല്ല ദൈവം. എന്റെ ബുദ്ധിയിൽ ഈ വേദപുസ്തകം ദൈവമാണെന്ന് വിശ്വസിച്ചു. വേദപുസ്തകം ചേർത്ത് പിടിക്കാൻ തുടങ്ങി. വേദപുസ്തകത്തെ ബഹുമാനിക്കാൻ തുടങ്ങി. വായിക്കാൻ തുടങ്ങി. വേദപുസ്തകം വായിച്ച് അറിയാത്ത സംഗീതം നോക്കിയിട്ട് ഞാൻ വേദപുസ്തകം വായിക്കാൻ തുടങ്ങി. അങ്ങനെ വേദപുസ്തകത്തിലൂടെ അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങി. പത്രങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങി. കാരണം ഡോക്ടർ പറഞ്ഞു കണ്ണടച്ചു വെക്കണം. ഡോക്ടർ പറയുക, രോഗം പറഞ്ഞു, നീ കണ്ണടച്ചു വെക്കണം, വിശ്രമിക്കണം, കണ്ണ് തുറക്ക പോലും ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ വേദപുസ്തകം വായിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ഡോക്ടർ തിരുത്തി പറഞ്ഞു, നീ എന്ത് ചെയ്യണം, എപ്പോഴും കണ്ണ് എക്സസൈസ് ഉള്ള കണ്ണെന്തിനും വായിച്ചുകൊണ്ടിരിക്കണം. യഹോവയിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. സംഗീതം 34-5 വാക്യം എന്ന് വെച്ചാൽ, ദൈവത്തിങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരാകും. ഈ വേദപുസ്തകത്തിലേക്ക് നോക്കിയപ്പോൾ എന്റെ ജീവിതത്തിൽ പ്രകാശം വന്നു തുടങ്ങി. എങ്ങനെയാ? കണ്ണടച്ചു വെക്കണം, കണ്ണ് തുറക്കരുത്, റെസ്റ്റ് എടുക്കണം, പൂർണ്ണമായും റെസ്റ്റ് എടുക്കണം, പഴുത്തറിഞ്ഞിരിക്കില്ല എന്ന് പറഞ്ഞ ഡോക്ടർമാർ തന്നെ തിരിച്ചു പറഞ്ഞു. എപ്പോഴാ? മരുന്നും ഗുളികയൊക്കെ നിർത്തി, കഴിപ്പ് നിർത്തി. എനിക്ക് മരിച്ചാൽ മതി, എനിക്ക് ഒന്നുകിൽ ചാവണം, അല്ലെങ്കിൽ വേദപുസ്തകം പറഞ്ഞ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണം. അങ്ങനെ വേദനയോടെ, വിശ്വാസത്തോടെ, ഭയത്തോടെ വേദപുസ്തകം ഫുൾ ടൈം വായിച്ചു തുടങ്ങിയപ്പോൾ ഈ ഡോക്ടർമാർ എന്ത് പറഞ്ഞു? വളരെ കുഴപ്പമില്ല, വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. മരുന്ന് കഴിച്ചപ്പോഴാത്ത വ്യത്യാസം. മരുന്ന് കഴിപ്പ് നിർത്തി, വേദപുസ്തകം വായിച്ചപ്പോഴുണ്ടായി. ഈ കണ്ണൊക്കെ ശരിയായി വരുന്നുണ്ട്. നീ എന്ത് ചെയ്യണം? കണ്ണ് ഫുൾ ടൈം എക്സസൈസ് കൊടുക്കണം. ഫുൾ ടൈം അടച്ചു വെക്കണം. അതേ ഡോക്ടർ പറയുകയാണ്. ഇനി ഫുൾ ടൈം കണ്ണെന്ത് ചെയ്യണം? എക്സസൈസ് കൊടുക്കണം. കണ്ണ് എന്തിനാ? വായിച്ചുകൊണ്ടേ ഇരിക്കാൻ. അതാണ് വേദപുസ്തകങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. രൂപം മാറും, ഭാവം മാറും, നമ്മൾ ആൾ മാറുവരെ പോലെ ആകും. വേദപുസ്തകം ഏറ്റെടുത്ത് വിശ്വസിക്കുവാൻ. അന്ന് ഞാൻ ഭ്രാന്തനെ പോലെയാ, എനിക്കൊന്നും വേണ്ട, എനിക്ക് വചനം മാത്രം മതി. വചനത്തിൽ എന്തൊക്കെയോ ജീവിക്കുന്ന പോലെ, കാരണം ചെവി കൊണ്ട് കേൾക്കുന്ന പോലെ ദൈവം സംസാരിക്കാൻ തുടങ്ങി. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്നവർക്കോ ദൈവശക്തിയുമാകും. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകും. അതാണ് വചനത്തിന്റെ പ്രത്യേകത. അങ്ങനെ പത്രമൊക്കെ വായിക്കാൻ തുടങ്ങി. രാവിലെ ദിവസം പത്രം വായിക്കും. അപ്പോൾ വീണ്ടും അടുത്ത പ്രശ്നം, വലിയൊരു സംഭവം ഉണ്ടായി. കാരണം ഞാൻ പത്രം വായിക്കുമ്പോൾ ഒരു വാർത്ത കണ്ടു. ക്രിസ്ത്യൻ ലീഡർഷിപ്പ് ട്രെയിനിങ് കല്യാണ ബൈബിൾ കോളേജിൽ സൗജന്യമായി സഭാവ്യത്യാസമെന്ന് ദൈവദാസിദാസന്മാർക്ക് പങ്കെടുക്കാം. ഒരു ചിന്ത, ഞാൻ ഈ വേദപുസ്തകം വായിക്കുമ്പോഴൊക്കെ വ്യത്യാസം ഉണ്ടാവുന്നുണ്ടല്ലോ. ഈ ബൈബിൾ കോളേജിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പെട്ടെന്ന് എനിക്ക് ജോലിയൊക്കെ പോലെ ആരോഗ്യം കിട്ടിയാലും ഞാൻ വീട്ടിൽ മമ്മിയെ വിളിച്ചു പറഞ്ഞു, കാണിച്ചു. വളരെ കഷ്ടപ്പെട്ട് സംസാരിക്കുന്നെങ്കിലും സംസാരിക്കും. അന്ന് മമ്മി ചാച്ചോ വാ, ഇവനെല്ലാം വീണ്ടും നല്ല തരികിടയൊക്കെ വിൽക്കുന്നതാവും അഹങ്കാരിയായിട്ട് നല്ല പിടിയായിട്ട് കള്ളും കുടിച്ച് ജീവിച്ചു. നമ്മളെ നശിപ്പിച്ച് എല്ലാം വിറ്റുന്നിട്ട് വീണ്ടും കൊണ്ടുവന്നിരിക്കുക. ബന്ധക്കോസിനെ കൂടി പഠിക്കാൻ പോണു. ഞാൻ കേട്ടു ബന്ധക്കോസ്, സോറി അറിഞ്ഞില്ല ബന്ധക്കോസ് അന്ന്. എനിക്ക് ഇഷ്ടമല്ല ബന്ധക്കോസ്. ഞാൻ പറഞ്ഞു സോറി വേണ്ട, ഞാൻ വേറെ വല്ലതും പോകണം. അങ്ങനെ പറഞ്ഞപ്പോ അടുത്ത വിഷയം, ഈ ബന്ധക്കോസൊക്കെ ഒന്ന് മന്ത്രവാദമുണ്ട്. ഞാനിത് വായിച്ചില്ല.
പിന്നെ എപ്പം ഈ വേദോത്സവം എടുത്താലും കണ്ടെച്ചാലും ഈ വാർത്ത എഴുതി വെച്ചേക്കുന്ന പോലെ കാണുകയാ ക്രിസ്ത്യൻ ലീഡർഷിപ്പ് ട്രെയിനിങ് സൗജന്യമായി സഭാവ്യത്യാസമന്യേ എല്ലാ ദൈവദാസിദാസന്മാർക്കും പങ്കെടുക്കാം. എനിക്ക് ദൈവദാസിദാസന്മാർ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, എങ്കിലും എനിക്കും പോകണം ഭയങ്കര ആഗ്രഹം. ഉള്ളിൽ നിന്നൊരു പ്രേരണ, ഒരു ഉൾവിളി പോലെ ഞാൻ വീട്ടിൽ പറഞ്ഞു, നീ എന്തായാലും ചത്തു അന്ത്യാവകാശത്തിൽ കോഴ്സിന് വിടും. ഞാൻ അവസാനം കൊണ്ടാതെ വയ്യ, നമ്മളെല്ലാം വിറ്റുള്ള കാശില്ല, വണ്ടിക്കൂലിയും കാശില്ല, ലീസ് വെച്ച കൊടുക്കാനില്ല, ഞാൻ കൊണ്ട് ചേർക്കാം. പക്ഷെ പറ്റിപ്പോയല്ല, മുങ്ങിപ്പോയി ഒഴിച്ച് ഇങ്ങോട്ട് തിരിച്ചു വന്നേക്കല്ലേ, നീ എങ്ങോട്ടും പൊക്കോണം. ഞാൻ പറഞ്ഞു, ഞാനും മുങ്ങാനും ഈ ബന്ധുക്കൾ എന്നെ പിടിച്ച് മുക്കാനും നടക്കുന്ന കാര്യം. അപ്പൊ ഈ വിശ്വാസം എന്നെ കൊണ്ടുവിടും. പിന്നെ വീട്ടിൽ നിന്ന് ഒറ്റ ബസ്സിന് പോകണം, 2 ബസ്സിനാണ് പോകേണ്ടത്. വീട്ടിൽ നിന്ന് ബസ് സ്റ്റാൻഡ് അങ്ങോട്ട് പോകണം, പക്ഷെ ഒറ്റ ബസ്സുണ്ട്, അതിൽ 8 മണിക്ക് 7:45 ബസ്സാണ്. അതിന് ഞങ്ങൾ പോകാൻ തുടങ്ങി. 4-ാമത്തെ ദിവസം നേരത്തെ പോയി ഒരു പ്രാർത്ഥന മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. അപ്പൊ ഞാൻ സമയമില്ല, ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടു, എനിക്കും കർത്താവേശുവിനെ രക്ഷകനെ സ്വീകരിക്കണം. അനുഗ്രഹിക്കുക. പാസ്റ്റർമാർ മാത്രമേ കോഴ്സിനുള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ. എന്നെ രൂപം കണ്ടുകൊണ്ട് എന്റെ മുഖത്ത് ഭയങ്കര പാടുകളാണ്, വൃത്തികെട്ട രൂപം നടത്തിയ ഈ സംഭവം. എന്നെ എടുത്തതേ ഉള്ളൂ ഓരോ കോഴ്സിന്. ഞാൻ ആ കോഴ്സിൽ കർത്താവ് രക്ഷകനെ സ്വീകരിച്ചു. പിന്നെല്ലാം അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. അന്ന് അർത്ഥം വിചാരിച്ച് ഞാൻ എന്നെ കൊണ്ടുവരുന്ന ആൾക്കാർ വരാൻ തുടങ്ങി. അതൊന്ന് കാറിനെ വീട്ടിൽ കൊണ്ടുവരാൻ തുടങ്ങി. ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ആമേൻ. ദൈവത്തിന്റെ ശക്തി അതാ, ദൈവത്തിന്റെ സാന്നിധ്യം അതാ. യഹോവെങ്കിലേക്ക് നോക്കിയവർ പ്രകാശത്തിലായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. ഞാൻ ദൈവത്തിലേക്ക് നോക്കി ഇറങ്ങിയത് കൊണ്ടാണ് ഇന്ന് 20 ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ സത്യം എന്റെ വഴി എന്തായിരിക്കും? ഭിക്ഷ എടുക്കേണ്ട അവസ്ഥയായിരിക്കും ചിന്തിച്ച് കറങ്ങിട്ട് ഞാൻ രൂപം കണ്ടത് അതുപോലെ ആയിരുന്നു. ഓർത്താക്കി യേശു അത്ഭുതങ്ങൾ ചെയ്തു. ഞാൻ കോഴ്സിന് പോയി രക്ഷിക്കപ്പെട്ട കർത്താവിനെ സ്വീകരിച്ചു. വീട്ടിൽ പറയാൻ പറ്റിയില്ല. വീട്ടിൽ പറഞ്ഞ വീട്ടിനകത്തേക്കൊല്ലും അവരുടെ പള്ളിയിൽ പോകും. ശേഷം പള്ളി കഴിഞ്ഞ ശേഷം ഏതെങ്കിലും പാസ്റ്റർമാരുടെ വിശ്വാസമോ ഞാൻ പറഞ്ഞു നിർത്തിയേക്കും, എടുത്തുന്ന ചർച്ചയിൽ കൊണ്ടുപോകും. അങ്ങനെ 2008 ജനുവരി 13-ാം തീയതി ഒരു കൺവെൻഷൻ ആരും അറിയാതെ രഹസ്യമായ സ്ഥാനത്തിന് പോയി. സ്ഥാനത്ത് തീരുമാനിച്ചതിനോടൊപ്പം താമസിച്ച് സ്ഥാനം പ്രാപിച്ചാണ്. റെയ്നാർഡ് പോകളുടെ കൺവെൻഷന്റെ കൗണ്ടർ ഉണ്ടായിരുന്നു അവിടെ. അവിടെ ഫയർ കോൺഫറൻസിൽ പാസ് എടുത്ത് കാരണം റെയ്നാർഡ് പോകൾ കൺവെൻഷൻ എറണാകുളത്ത്. അങ്ങനെ അവിടുത്തെ പാസ്റ്റർക്ക് എനിക്കൊരു മുറിയാണ് കിട്ടിയത്. ആ പാസ്റ്റർക്ക് ഇഷ്ടപ്പെട്ടു, സ്റ്റാൻഡപ്ലാന്ന് പറഞ്ഞു. നിന്റെ പേര് ഞാൻ ഫ്രീ ആയിട്ട് പാസ് തന്നേക്കാം. ഞാൻ ഫ്രീ ആയിട്ട് പാസ് തന്നാൽ എനിക്ക് ഒറ്റയ്ക്ക് വരാൻ ബുദ്ധിമുട്ട്. എനിക്ക് ഇത്രയും അമേരിക്കൻ എറണാകുളം യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുന്നത് വയ്യ. രണ്ടാമത് വീട്ടിൽ വിടത്തില്ല. മൂന്നാമത് വണ്ടിക്കുരിക്ക് കാശില്ല. അപ്പം ഒരു ആന്റി ഉണ്ടായിരുന്നു, കോളേജ് എന്നോട് പഠിച്ച ആന്റി പറഞ്ഞു, ഇവരൊരു കാര്യം ചെയ്യും, റെയ്നാർഡ് ഇവിടുന്ന് വോളണ്ടിയേഴ്സിനെ കൊണ്ടുവന്നുണ്ട്. ഈ വോളണ്ടിയേഴ്സ് ലീഡേഴ്സിന്റെ ഗ്രൂപ്പിൽ എന്റെ പേര് ചെയ്യും. എന്റെ ദൈവമേ, 30 ലക്ഷം പേർ പങ്കെടുക്കുന്ന റെയ്നാർഡ് പോകയുടെ കൺവെൻഷൻ. അവിടെ വോളണ്ടിയേഴ്സിന് ലീഡറായിട്ട് എന്റെ പേര് എഴുതിക്കൊള്ളുവാൻ. ഞാൻ സംസാരിക്കുന്ന വളരെ ബുദ്ധിമുട്ടിയാ, കാണുന്ന വളരെ ബുദ്ധിമുട്ടില്ല. ഡബിൾ വിഷനൊക്കെയാ. ഈ കൈയൊക്കെ കവർത്തുപ്പെട്ടേക്കുന്ന കയ്യെ വീട്ടിൽ ഇറങ്ങുമ്പോഴേ എഴുതെടുത്തുള്ളൂ. വളരെ ദേഹം മുഴുവൻ ചുള്ളി ഒടിക്കുന്ന പോലെ വേദന. ഓർത്തു നോക്കി, ഈ പാസ്റ്റർ വിളിക്കുക റെയ്നാർഡ് പോകളുടെ കൺവെൻഷന് വോളണ്ടിയേഴ്സിലായിട്ട് ഞാൻ പോകാൻ സൗജന്യ താമസ ഭക്ഷണമൊക്കെ ഉണ്ട്, വണ്ടിയെ കൊണ്ടുപോകും തിരിച്ചു കൊണ്ടുവരും. ഞാൻ ചോദിച്ചു, എനിക്ക് സത്യം എനിക്ക് വട്ടില്ല ഇങ്ങനെയൊക്കെ വരാൻ. പുള്ളി പറഞ്ഞ ജനുവരിയാണ്, ഏപ്രിൽ മാസമാ കൺവെൻഷൻ. നീ പ്രാർത്ഥിച്ചു, നീ സ്നാനപ്പെട്ടില്ലേ, ഇതിന് വ്യത്യാസം ഉണ്ടായി, നീ സാക്ഷ്യം പറഞ്ഞില്ലേ, നീ സംസാരിക്കുന്ന ഇപ്പോഴും ക്ലിയർ ആവുന്നില്ലല്ലോ, എന്നാൽ നീ പ്രാർത്ഥിക്ക്, ദൈവം കൊണ്ടുവരാൻ കൊണ്ടുവന്നാൽ മതി. അതെനിക്കൊരു വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തു. ഈ വേദപുസ്തകം വീണ്ടും ഞാൻ മകളിൽ ചേർക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി, വായിക്കുവാൻ തുടങ്ങി, വായിക്കുന്ന ഏറ്റവും ആഗ്രഹിക്കാൻ തുടങ്ങി. 3 മാസം കൊണ്ട് ലോകം പോലും അതിശയിക്കത്തക്കൊണ്ട റെയ്നാർഡ് പോകളുടെ കൺവെൻഷന് ഞാൻ പോയി വോളണ്ടിയറായിട്ട് പ്രവർത്തിച്ചു. അവിടുത്തെ ഫയർ കോൺഫറൻസിൽ പ്രയർ മീറ്റിംഗിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞു. അനേക പാസ്റ്റർമാരെ പരിചയപ്പെട്ടു. ആരുമില്ല അതേകനാകുമ്പോൾ യേശു കൂടെ ഉണ്ടാകും, സത്യമാണ്. അങ്ങനെ ഞാൻ അവിടുത്തെ പാസ്റ്റർ പരിചയപ്പെട്ടു. അങ്ങനെ ആലോ ഡൂലോസ് ബൈബിൾ കോളേജിൽ ക്ഷണമുണ്ടായി. വീട്ടിൽ പറഞ്ഞു, രക്ഷിക്കപ്പെടായിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പറഞ്ഞു ബൈബിൾ കോളേജിൽ പോകണം, താമസിച്ച് പഠിക്കാം, ഫ്രീ ആണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവൻ കുഴപ്പമില്ല, പഠിച്ചു. 2-3 വർഷം പഠിച്ചതിന് ശേഷം മാത്രം മുങ്ങാവും, അതുപോലെ ഇവിടെ മുങ്ങി കഴിഞ്ഞാൽ എങ്ങോട്ടും പൊക്കോളം വരുമെന്നും ചെയ്തു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ 1 വർഷം കംപ്ലീറ്റ് ആയപ്പോഴേക്കും BP ഷുഗർ ലോ ആണ്. വെയിൻസ് കട്ടാണ്, ഞരമ്പ് കട്ടായിട്ട് ബ്ലഡ് സർക്കുലേഷൻ വളരെ കുറവാണ്, BP വളരെ കുറവാണ്, ഇപ്പോഴും കുറവാണ്, അന്നും കുറവാണ്, ഷുഗറും കുറവാണ്. പക്ഷെ ദൈവം എന്നെ കരുതുന്നു. യേശു അത്ഭുതങ്ങളുടെ രാജാവാണ് യേശു. അങ്ങനെ BP ഷുഗറൊക്കെ ലോ ആയി തളർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് വീട്ടിൽ നാളെ വരുത്തി കൊടുത്തു വിട്ടു. ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞു, കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഞാൻ സ്നാനപ്പെട്ടു, സ്നാനപ്പെട്ടു. ഞാൻ ദിവസത്തിൽ അങ്ങനെ നിയമസഭ വരുത്തില്ല. ഭയങ്കര വിഷയങ്ങളും പ്രശ്നങ്ങളും മുടക്കുകളൊക്കെ ആയി. എങ്കിലും വീണ്ടും അടുത്തുള്ള ചർച്ച ഞാൻ മെമ്പറായിട്ട് പോയി. ഒരു കഴിവില്ലാതെ വേദനകളായിരിക്കുന്ന സമയത്ത് നോർത്തിൽ നിന്നും വിശാലം ഫെലോഷിപ്പിന്റെ പാസ്റ്ററെ പരിചയപ്പെട്ടു. അവിടേക്ക് ഞാൻ 1 മാസത്തെ ചിൽഡ്രൻസ് മിനിസ്ട്രിക്ക് പോയി പ്രവർത്തിച്ചു. കേരളത്തിൽ നിന്ന് പ്രയർ സെൽ ആരംഭിച്ചു.
ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങി. പ്രേയർസൽ വളർന്നു. ഒരു പ്രേയർസൽ ഒരു വിശ്വാസം, എന്റെ വീട്ടിലല്ല, ഒരു ജനങ്ങളുടെ ആന്റിയുടെ വീട്ടിൽ പരിചയപ്പെട്ടാണ് അവരുടെ വീട്ടിൽ പ്രേയർസൽ ആരംഭിച്ചു. അത് 3 സ്ഥലങ്ങളെ വ്യാപിക്കുകയും അനേകം പാസ്റ്റേഴ്സ് മീറ്റിംഗിലേക്കും പ്രാർത്ഥനകളെ ക്ഷണിക്കുവാൻ തുടങ്ങി. അവരൊക്കെ പറയുന്നത്, മനം നീ ഒരു കാര്യം ചെയ്യും, വിവാഹം കഴിച്ചൊരു ശുശ്രൂഷക്കിറങ്ങി. എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, എല്ലാം നഷ്ടപ്പെട്ടത്. വീട്ടിൽ നിന്നൊരു എതിർപ്പാണ്, ഇവിടെ കിടക്കുന്ന അറിയില്ല, വീടെല്ലാം ഞാൻ കാരണം എല്ലാം നഷ്ടപ്പെട്ടു, ചെറുപ്പമൊക്കെ നഷ്ടപ്പെട്ടു, എല്ലാം വിറ്റുപിറക്കി. എന്റെ കൈയാണ് ശരിക്കും വർക്ക് ചെയ്തത്, ഇപ്പോഴൊക്കെ വർക്ക് ചെയ്തിട്ടില്ല, ബുദ്ധിമുട്ടാണ്. ഞാൻ കല്യാണം കഴിച്ചു എന്ത് ചെയ്യാൻ? പക്ഷേ ദേവദാസന്മാരുടെ നിർബന്ധവും പ്രാർത്ഥനയും കൊണ്ട് ഞാൻ ദൈവത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെയും വേദപുസ്തകം എടുത്തു, വചനമെടുത്തു, ദൈവത്തിന്റെ ഹിതപ്രകാരം വിവാഹം ആഗ്രഹിച്ചു. അങ്ങനെ മാവേലിക്കരക്കാരന് എനിക്ക് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ നിന്നും ഒരു ദൈവദാസൻ മൂലം അനുഗ്രഹിക്കപ്പെട്ട വിവാഹം വന്നു. വീട്ടിൽ എതിർപ്പുകളൊക്കെ ആയി വളരെ ബുദ്ധിപ്രയാസമായിരുന്നു. ഞാൻ വിവാഹം കഴിച്ചു, ദൈവകൃപയിൽ ശുശ്രൂഷ ആരംഭിച്ചു. കുമ്പനാട്, എരുമേലി, മുക്കട, ഫിലദൽഫിയായിട്ട് ബന്ധപ്പെട്ട ശുശ്രൂഷയായിരുന്നു. എന്നാൽ 3 വർഷം മുൻപ് കോവിഡ് വന്നപ്പോൾ എനിക്കും ഭാര്യയ്ക്കും മക്കൾക്കും കോവിഡ് ഉണ്ടായി. എന്നാൽ മകനും ഒരു സാക്ഷിയാണ്. എന്നുവെച്ചാൽ കല്യാണം 2ാമത്തെ മാസം ഞായറാഴ്ച ശുശ്രൂഷ പോകുന്ന നിങ്ങൾ എന്റെ വൈഫ് എന്ന് വെച്ചാൽ നാളെ എനിക്ക് പോകണമെങ്കിൽ ക്ഷീണം പോലെ. തിങ്കളാഴ്ച എഴുന്നേറ്റപ്പോൾ അവർക്ക് ചിക്കൻ ബോക്സ്. കല്യാണം 2.5 മാസമായതേ ഉള്ളൂ. നേരെ ഇവിടെ അടുത്ത് തന്നെയാണ് ഹോസ്പിറ്റൽ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഉണ്ട്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെ ഹെഡ് ഓഫീസ് ഉണ്ട്. അവിടെ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രഗ്നന്റ് ആണ്. ഒരു വന്ന് അമ്മയും കുഞ്ഞിനെ സർക്കാർ എടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് അബോർട്ട് ചെയ്യണം. കാര്യം ചെയ്ത് എസ്റ്റേറ്റിലേക്ക് വിട്ടു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. അവരുടെ ട്രീറ്റ്മെന്റ് ഞങ്ങൾ സമ്മതിച്ചില്ല. വചനപ്രകാരം എന്താണ് അബോർഷൻ കൊലപാതകം പാപമാണ്, കുറ്റമാണ്. അതുകൊണ്ട് വചനം ചേർത്ത് വിളിച്ചു. ഞങ്ങൾ സമ്മതിച്ചില്ല. ഡോക്ടർമാരും നാട്ടുകാരും വീട്ടിൽ അറിഞ്ഞിരക്കുകയും ഞങ്ങളെ പരിഹസിച്ചു, ശാസിച്ചു, വഴക്ക് പറഞ്ഞ് ഉപദേശിച്ചു. ഞങ്ങൾ സമ്മതിച്ചില്ല. എന്നാൽ അവൾ ഡെലിവറിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോയി. ഡെലിവറി സമയത്ത് ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന സമയമാണ്. ഞാൻ പ്രാർത്ഥനയോടെ പോയെങ്കിലും എന്റെ വൈഫ് ഡെലിവറിയുടെ അന്ന് കുഞ്ഞിനെ നഴ്സറിലേക്കും എന്റെ വൈഫിനെ ഫീവർ വാർഡിലേക്കും മാറ്റി. ഡെങ്കിപ്പനി എല്ലാവരും പരിഹസിച്ചു, കുറ്റപ്പെടുത്തി, കളിയാക്കി. 5 പൈസയ്ക്ക് വകയുമില്ല, ഒന്നുമില്ലാതെ കർത്താവ് യേശുവിന് മുട്ടുകളെ മടക്കി വചനമെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 19 ദിവസം യേശു അത്ഭുതങ്ങൾ ചെയ്തു. ആ 19 ദിവസം വീട്ടിൽ കൊണ്ടുവന്ന മകൻ ഇപ്പോൾ 12 വയസ്സുണ്ട്. ദൈവകൃപയാണ്. ഡോക്ടർ 95% പ്രശ്നം ഉണ്ടാകും, പ്രോബ്ലം ആയിരിക്കും, കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് ലോകം വിധിച്ചപ്പോൾ ലോകത്തിന് വിധികൾക്ക് അപ്പുറമായി യേശുവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. വിശ്വാസം മൂലം അത്ഭുതങ്ങൾ സംഭവിക്കും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്നാണ്. ഞാൻ ദൈവത്തിന്റെ മഹത്വം കാണുന്നു. ആരോഗ്യവാനായ മകൻ ഇപ്പോൾ എന്റെ കൂടെ ഉണ്ട്, സ്കൂളിൽ പോയിരിക്കുകയാണ്, 6ാം ക്ലാസ് പഠിക്കുന്നു. 2ാമതൊരു മകളുണ്ട്, അവൾക്ക് 7 വയസ്സായതേ ഉള്ളൂ. ദൈവത്തിന്റെ കൃപയാൽ അവരെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം അത്ഭുതങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്ഭുതങ്ങൾ രാജാവാണ് യേശു, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നതാണ് യേശു. അങ്ങനെ ദൈവകൃപയാൽ ഞാൻ ശുശ്രൂഷ ആരംഭിച്ചു. ഇവിടേക്ക് തിരിച്ചു വന്നു എന്റെ വൈഫിന്റെ വീട്ടിൽ വന്നു. ഇവിടെ AG വന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. റേജിലെ പുതിയ പ്രവർത്തനമാണ്. 2.5 വർഷമായി ആരുമില്ല, അദ്ദേഹനായിട്ട് യേശു കൂടെ ഉണ്ടായിരുന്നു. സഭയെ വളർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളിലും പ്രാർത്ഥിക്കുക. ദൈവത്താൽ അസാധ്യമത് ഒന്നുമില്ലല്ലോ. യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഒറ്റയ്ക്ക് പുറത്തേക്ക് വിടരുന്ന ഡോക്ടർമാർ സർട്ടിഫിക്കറ്റ് തന്നെ വിട്ടു. പക്ഷേ ഞാൻ ദൈവകൃപയാൽ ഇപ്പോൾ 6 സംസ്ഥാനങ്ങളിൽ സുവിശേഷ പ്രവർത്തനം പരസ്യവും കൺവെൻഷനുമായി സൃഷ്ടിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം നോക്കണം. യേശു ആർക്കും കടക്കാരനല്ല, യേശു ആർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറവാൻ ആരുമേയില്ല, അവനെ പോലാരാധ്യനില്ല. അതെ, ഒരിക്കലും സംസാര ശേഷി കിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ ദൈവകൃപയെ സംസാരിക്കും. ഒരിക്കലും കണ്ണ് കാണില്ലെന്ന് പറഞ്ഞു ഞാൻ ദൈവകൃപയെ കാണും. ചികിത്സ കൊണ്ടല്ല, ലോകത്തിന്റെ സഹായം കൊണ്ടല്ല, ഒരു ആചാരങ്ങൾ കൊണ്ടുമല്ല, വിശ്വാസം മാത്രം, വേദപുസ്തക വചന വായന മാത്രം, വചനം ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് മാത്രം, പ്രാർത്ഥനയും മുട്ടുമടക്കലും മാത്രം, സുവിശേഷ വേല മാത്രം. ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ലല്ലോ. യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? എന്റെ മുന്നിൽ കേട്ടുകൊണ്ടെങ്കിൽ നിങ്ങൾ പറയുക, കർത്താവേശുവിന്റെ രക്ഷകനെ സ്വീകരിക്കുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ താമസിക്കരുത്. ഈ രക്ഷകനെ കർത്താവേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയായി മാറും. തെളിവാണ് ഞാൻ. ലോകം എന്നെ തള്ളിക്കളഞ്ഞതാ, പരിഹസിച്ചതാ, എന്നെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതാ. എന്നാൽ യേശു എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ തളർന്ന് കിടന്നവൻ ഇപ്പോഴും വികലാംഗ പെൻഷനിൽ കൊണ്ട്. കാരണം ലോക്കോ മോട്ടോർ ഡിസൈൻ പ്രവർത്തിക്കുന്ന അവയവങ്ങൾക്ക് വികലാംഗ സർട്ടിഫിക്കറ്റ് പ്രത്യേകതയുണ്ട്. എനിക്ക് പെർമനന്റാ. സാധാരണ പുതുക്കേണ്ട ആൾക്കാർക്ക് 15 വർഷം മുമ്പ് 8 വർഷം മുമ്പൊക്കെ എനിക്ക് ഒരിക്കലും പുതുക്കണം. ഒരു കാരണവശാലും എഴുന്നേക്കില്ലെന്ന വിധി സർട്ടിഫിക്കറ്റ് ഉള്ളത്. അത് ശരിയാണ്. പക്ഷെ യേശു പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ
തന്റെ അടിപ്പിണറുകളാൽ നിനക്ക് സൗഖ്യമുണ്ട്. നിങ്ങൾ പുറമെ ഏൽപ്പിച്ചു കൊടുക്ക്, വിശ്വസിക്ക്. യേശുവിന്റെ നാമത്തിൽ നീ വിശ്വസിച്ചാൽ നിന്റെ പ്രശ്നങ്ങൾ മാറാൻ പോകുക. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏൽപ്പിച്ച എന്റെ കർത്താവ് യേശു വചനത്തിലൂടെ ജീവിക്കുന്നു. ഈ വചനം ഞാൻ ഏറ്റെടുത്താണല്ലോ എന്റെ കഷ്ടങ്ങൾ മാറാൻ പോകുക, പ്രയാസങ്ങൾ അകലുവാൻ പോകുക, ലോകത്തെ അസാധ്യമതെല്ലാം എന്റെ ജീവിതത്തിൽ സാധ്യമാകാൻ പോകുക, എന്റെ പ്രതീക്ഷക്കൊത്തോളം ഉയരുവാൻ പോകുക. യഹോവ നിന്നെ വാലല്ല തലയാക്കും, നിനക്ക് ഉയർച്ച തന്നെ ഭവിക്കും, താഴ്ച ഭവിക്കുകയില്ല. ഈ വചനപ്രകാരം നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ മേൽ അത്ഭുതങ്ങളുടെ വഴി തുറക്കുമാറാകട്ടെ, എല്ലാ പ്രതികൂലങ്ങളും അകലുമാറാകട്ടെ. ഇത് കേൾക്കുന്നവരൊക്കെയും പ്രാർത്ഥിക്കുക. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. ദൈവം എന്നെ സൗഖ്യമാക്കി, എന്നിലൂടെ അനേകം സൗഖ്യമാക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും മറ്റും ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒരിക്കൽ പ്രാർത്ഥിക്കുക, ഒരു അവസരം ഒരുക്കുക. ഈ മിനിസ്ട്രി കാൽപ്പാടുകൾ എന്ന ടീമിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ വരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. സുവിശേഷം